വയനാട്ടിലെ ഭീകരമായിട്ടുള്ള ദുരന്തത്തിൻ്റെ ചൂരൽമലയിലെ ദുരന്ത മേഖലയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് വരുന്നവരാണ് ഞങ്ങൾ. ഇത്തവണ ഓണം നമുക്ക് ആഘോഷിക്കുമ്പോൾ ഒരു വലിയ വേദനയായി, കനലടങ്ങാത്ത നെരിപ്പോടായി ചൂരൽമല നമ്മുടെ ഒപ്പമുണ്ട്. ഇത്തവണത്തെ ഓണവുമായി ബന്ധപ്പെട്ട് എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങൾക്ക് നടുവിലും കാണം വിൽക്കാതെ തന്നെ മലയാളിയെ ഓണം ഉണ്ണിക്കണം എന്ന നിർബന്ധത്തോടെ ഗവൺമെൻറ് ഇടപെടുന്ന ഒരു സമയമാണിത്. വളരെ അഭിമാനത്തോടെ പറയട്ടെ, കേരളത്തിൽ കഴിഞ്ഞ നിയമസഭയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി റൂൾ 300 പ്രകാരം അവതരിപ്പിച്ച വലിയ അഭിപ്രായത്തിലൂടെ, വലിയ നിർദ്ദേശത്തിലൂടെ ഇനി മുതൽ എല്ലാ മാസവും കേരളത്തിൽ 64 ലക്ഷം വരുന്ന മനുഷ്യർക്ക് ഒരു മാസം പോലും മുടങ്ങാതെ ഗവൺമെൻറ് പ്രഖ്യാപിച്ച സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നു എന്ന് പ്രഖ്യാപിച്ചു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിലേക്ക് തരുന്ന വിഹിതം വെട്ടിക്കുറച്ചതിൻ്റെ ഭാഗമായി 5 മാസങ്ങളിലെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക 2 തവണത്തെ ഈ സാമ്പത്തിക വർഷവും 3 ഗഡുക്കൾ അടുത്ത സാമ്പത്തിക വർഷവും നൽകും എന്ന് കേരളത്തിൻ്റെ നിയമസഭയിൽ ഗവൺമെൻറ്റിന് വേണ്ടി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. സെപ്റ്റംബർ മാസത്തിൽ ഓണം ആഘോഷിക്കുമ്പോൾ ഈ മാസത്തെ ക്ഷേമ പെൻഷനോടൊപ്പം കുടിശ്ശികയായി നിന്ന 5 മാസത്തിൽ 1 മാസക്കാലത്തെ കുടിശ്ശിക കൂടി കൂട്ടി ഇത്തവണ മഹാബലി കേരളത്തിൽ എത്തുന്നതിന് മുമ്പേ 64 ലക്ഷം 60 വയസ്സ് കഴിഞ്ഞ മനുഷ്യരുടെ കയ്യിലേക്ക് 2 മാസത്തെ തുകയായ 3200 രൂപ എത്തും എന്ന് വളരെ അഭിമാനത്തോടെ ഈ കൃഷിക്ക് മുമ്പായി, ഈ ഓണത്തിന് മുമ്പായി ചേരുന്ന കാർഷികോത്സവത്തിൽ പറഞ്ഞു വെക്കേണ്ടതുണ്ട്. കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് മാലിന്യമാണ്. ആ മാലിന്യത്തെ കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ രാപ്പകലില്ലാത്ത വിധം അധ്വാനിക്കുന്ന നമ്മുടെ സഹോദരിമാരുടെ ഹരിത കർമ്മ സേനയുൾപ്പെടെയുള്ളവർക്ക് 1000 രൂപ ഓണത്തിൻ്റെ പ്രത്യേക സമ്മാനമായി നൽകാൻ ഉൾപ്പെടെ ഇത്തവണത്തെ ഓണം ഒരു വിധത്തിലും കാണം വിൽക്കാതെ ആഘോഷിക്കാൻ കഴിയുന്ന എല്ലാ വിധത്തിലുള്ള നടപടികളും കേരളത്തിലെ ഗവൺമെൻറ് തയ്യാറാക്കിയിട്ടുണ്ട് എന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ആലങ്കോട് ലീലാകൃഷ്ണൻ്റെ വളരെ പ്രശസ്തമായ ഒരു കവിതയുണ്ട്. ഇനി നമുക്കാരുമില്ലെന്ന് തോന്നുമ്പോൾ എന്നാണ് ആ കവിതയുടെ പേരു തന്നെ. പ്രിയപ്പെട്ട ആലങ്കോട് ലീലാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഇനി നമുക്കാരുമില്ലെന്ന് തോന്നുമ്പോൾ എന്ന കവിതയിൽ എഴുതിയ ചില വരികളുണ്ട്. ഏറ്റവും ദുഃഖകരമായ ഘട്ടത്തിൽ നാം ഓർക്കേണ്ട ഒരു ചരിത്ര പാഠമാണത്. ഇനി നമുക്കാരുമില്ലെന്ന് തോന്നുമ്പോൾ ഒരു നിമിഷം ഈ മണ്ണിനെ ഓർക്കുക. ഇനി നമുക്കാരുമില്ലെന്ന് തോന്നുമ്പോൾ ഒരു നിമിഷം ഈ മണ്ണിനെ ഓർക്കുക. പുഴയിറമ്പിലെ പുല്ലുകൾ, പൂവുകൾ, പുഴയിൽ 1000 നക്ഷത്ര മീനുകൾ, ഋതുലയം ചേർത്തു പാടുന്ന പക്ഷികൾ, നിബിഡ കാനനം നീളപ്പൂമ്പാറ്റകൾ, ഉടയ ദൈവത്തിനെണ്ണയും കൊണ്ടിതാ പുഴുവൊരാൾ സ്നേഹയാത്ര തിരിക്കുന്നു. ഇനി നമുക്കാര് വേണമീ ഭൂമിയിൽ, നിറയെ ജീവൻ്റെ ബന്ധുക്കളല്ലയോ എന്ന് ആലങ്കോട് എഴുതി വെച്ചതുപോലെ ജീവൻ്റെ ബന്ധുക്കളാൽ നിറഞ്ഞ പ്രകൃതിയുടെ ഹൃദയഭൂമികളിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോവുക.